എടുത്തില്ലല്ലോ. എടാ ഇതങ്ങനെ കുട്ടികളുടെ പരിപാടിയൊന്നുമല്ല. എടാ ലെൻസ് ക്യാപ്പ് മാറ്റടാ. ഇനി നോക്ക്. ആ ഇപ്പൊ കാണാം. നോക്ക് DIG. നിനക്ക് ഫോട്ടോ എടുക്കണം. സി ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഒരു കുട്ടിക്കളിയല്ല. ഓക്കെ, അങ്ങനെ വഴി പോകുന്നവരൊന്നും പെട്ടെന്നൊന്നും ഫോട്ടോഗ്രാഫർ ആവാൻ പറ്റില്ല. ഓക്കെ, അതിന് ജന്മസിദ്ധമായ ഒരു കഴിവാണ്. ഫോട്ടോഗ്രാഫി ഈസ് ആൻ ആർട്ട്. വാട്ട് ആർട്ട്? ഇതിൽ കുറെ സ്വിച്ച് ഉണ്ട്. അതൊക്കെ ഉണ്ട്. സി ആദ്യം ഞാൻ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഷിവർ ചെയ്യാതെ സ്ട്രോങ് ആയിട്ട് പിടിക്കും. ഇങ്ങനെ പിടിച്ചാൽ മതിയോ? കൈ തിരിച്ച് പിടിക്കും താഴെ. ഓക്കെ, സി ഇത് കണ്ട ഏറ്റത്തെ സംഭവം ഇതാണ് ഫോക്കസ് ഷിഫ്റ്റിംഗ് റിംഗ്. ഓക്കെ, ഇനി അതിലേക്ക് നോക്കിയേ. ഇപ്പൊ ഫോക്കസ് മാറുന്നുണ്ടോ? ഈ പൊക്കത്തെ സംഭവമില്ല, ഇതാണ് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ ലൈറ്റ് കൂടുന്നുണ്ടോ? ഇപ്പൊ കുറയുന്നുണ്ടോ? ഇപ്പൊ സംഭവം മനസ്സിലായില്ലേ? അതിനെ ഒബ്ജക്റ്റിന് നേരെ വെച്ചിട്ട് ഇനി ആ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്തേ സ്വയം. എന്നിട്ട് ക്ലിക്ക് ചെയ്തേ. ഓക്കെ, നോക്കട്ടെ. എന്റെ ഫോട്ടോ എടുത്താണോ? എന്നാ പോസ് ചെയ്ത് നിൽക്കില്ലേ? അതൊന്നും വേണ്ട, ഫോട്ടോ എടുത്ത് കഴിഞ്ഞു. ഇപ്പോഴത്തെ ഫോട്ടോ ഒന്ന് കാണിച്ചേ. ഘോരം, ഭീകരം. അളിയ എന്റെ ഫോട്ടോ ആണ്ട് പറയല്ല. ഇപ്പോഴാണ് നീ ഒരു ശരിക്കും ഫോട്ടോഗ്രാഫർ. ഷോ സൂം ചെയ്ത സാധനം വെച്ചെടുത്ത് കാണില്ല. എന്താണ് നിന്റെ കച്ചറ സാധനങ്ങൾ കൊണ്ടുവയ്ക്കാനുള്ള സ്ഥലമല്ല. എന്റെ റൂമിന് അടുക്കി വെച്ചിരുന്ന സാധനങ്ങളാ. നീ അത് നിനക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് എടുത്തിട്ട് വന്നിട്ട് മര്യാദയ്ക്ക് തിരിച്ചത് അവിടെ കൊണ്ട് വെച്ചോ. എനിക്ക് പറ്റില്ല. പറ്റില്ലേ? നിന്റെ വണ്ടിയുടെ കാറ്റ് ഞാൻ ഉരുവിടും. നിന്റെ പെരട്ട് കണ്ണട ഞാൻ തല്ലി പൊട്ടിക്കണം. എന്താ എന്താ രണ്ടെണ്ണം കൂടെ രാവിലെ തന്നെ? ഈ പൊട്ടനോട് സംസാരിക്കാൻ എനിക്ക് പറ്റില്ല. മിണ്ടാണ്ട് പോകാൻ പറഞ്ഞവനോട്. ആ പൊട്ട നീയാടാ. നീ കൂൾ കൂൾ, നീ ബി കൂൾ. സാമ നീ ഇങ്ങ് വന്നേ. നീ കൂൾ. ദേഷ്യം പിടിക്കല്ലേ? ഞാൻ ഒന്നുമല്ല അവളോട് ദേഷ്യപ്പെടുന്ന. അവളാ എന്റെ മെക്കിട്ട് കയറുന്നത്. വേറൊന്നുമല്ല, അവൾക്ക് പീരിയഡ്സ് ആയോണ്ടാ. പീരിയഡ്സ് അല്ല, ഇറ്റ്സ് കോൾഡ് ഡിസ്മെനേറിയ. എന്തെങ്കിലും ആവട്ടെ. അത് കാരണം പെയിൻ ഉണ്ടാവും, അതുകൊണ്ടുള്ള ഇറിറ്റേഷനാ അവള് കാണിക്കണേ. പെയിൻ വന്ന ആൾക്കാർ കരയല്ലേ ചെയ്യുക? ചില ആൾക്കാർക്ക് ദേഷ്യവും വരും. ഷീ ഈസ് വെരി ഡേഞ്ചറസ്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞ അവളോട്. ലക്കി ഒരു മിനിറ്റ് നിക്ക്. ഒരു മിനിറ്റ്, ഞാൻ പോരാം. അല്ലെങ്കിൽ ബാക്കി ഓഫീസിൽ പോയി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും. ലക്കി ലക്കി സത്യായിട്ട് മോളെ ഇതീ ചേക്കനാന്ന് പറയില്ലാട്ടാ. ഉള്ളത് പറയാലാടാ. നിന്നെ ഇത്രയും ഭംഗിയായിട്ട് ആദ്യമായിട്ട് കാണുക. ആദ്യം ഞാൻ വിചാരിച്ചത് ഇവനെടുത്ത ഫോട്ടോ ആണെന്നാണ് ചേച്ചി. വീട്ടിലെ സത്യങ്ങൾ ഓരോന്നായിട്ട് പുറത്തു വന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സത്യത്തിൽ ഇതാണ് ഫോട്ടോഗ്രാഫി. അല്ലാതെ ചുമ്മാ 4-5 പേരെ ചുറ്റും നിർത്തി കുറെ ലൈറ്റും വെച്ച് അങ്ങാട്ട് മാറി ഇങ്ങാട്ട് മാറി കുറച്ച് ചളിഞ്ഞ സ്നാപ്സ് എടുക്കും. അതിന്റെ പുറത്ത് ഫോട്ടോഷോപ്പും പണി. അതെന്ത് ഫോട്ടോഗ്രാഫി? അതിലെവിടെ ക്രിയേറ്റിവിറ്റി? ഇതല്ലേ ക്രിയേറ്റിവിറ്റി? അവിയ ഫോട്ടോഗ്രാഫി പഠിപ്പിച്ചേ. അത് തന്നെ ഞാനും പറഞ്ഞു തന്നത്. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എടുത്തപ്പോൾ ഫോട്ടോ അങ്ങനെ ആയതാ. ലൈറ്റിങ്, ഷട്ടർ സ്പീഡ്, അങ്ങനെ കുറെ കാര്യങ്ങൾ അതിൽ ഡിപ്പെൻഡ് ആണ്. നീ ഒന്നും പറയണ്ട, അവക്ക് അതിനുള്ള കഴിവുണ്ട്. എടാ, ഒരാളുടെ കഴിവിനെ അംഗീകരിക്കാൻ പറ്റാതെ ജാടായിട്ട് ഇരിക്കാതടാ. ചേച്ചി ഇവൻ ഇവളോടൊരു നല്ല വാക്ക് പറഞ്ഞിട്ടില്ല. എടാ, കഴിവുള്ള ഒരാളെ അംഗീകരിക്കാൻ പഠിക്കണം. അതെന്തായാലും നീ അവളോടൊന്നും പറയാത്തെ? ചേച്ചി ഇവൻ വെറുതെ ജാടാ, വെറും ജാടാ. കഴിവുള്ളവരെ അംഗീകരിക്കാൻ പറ്റാതെ സാഡിസ്റ്റ് മെന്റാലിറ്റി. നല്ല പച്ച മലയാളത്തിൽ പറഞ്ഞ കുശുമ്പ്. മീനാക്ഷി, നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട. നിനക്ക് ഞാനുണ്ട് കട്ട സപ്പോർട്ടായിട്ട്. മേഹൂന അടി. ഞാൻ പോണം. അയ്യോ പോണേണ. അയ്യോ ഇടാ പോലെ നിക്കട. ഇവന്റെ ഈ പട്ടി ഷോയും എന്നെ വിളിച്ചാൽ മതി. എടാ തെണ്ടി, ഇത്ര നാൾ ഞാൻ കണ്ട സ്ഥലത്തൊക്കെ പോയി ചളിഞ്ഞ ഫോട്ടോ എടുത്തിട്ട് നീയൊക്കെ പുട്ടടിച്ചോണ്ടിരുന്നത്. അതൊക്കെ നിനക്ക് ഇപ്പൊ പഴങ്കഞ്ഞായി കാണും. തിന്ന ചോറിന് നന്ദിയില്ലാത്ത അവസരം തെണ്ടി. അവി നിനക്ക് എന്താണ് ആ ചെക്കന് വെറുതെ ചൊറിയാനായിട്ട്? അവിക്ക് ഭയങ്കര വിഷമമുണ്ടാവും. മാങ്ങാത്തൊലിയാണ്. അവൻ ഇന്ന് പോയിട്ട് ഇവളുള്ള വാശി കുറെ അധികം ഫോട്ടോ എടുക്കും. മിക്കവാറും സാം ഇരയാവാനാണ് സാധ്യത. അതെന്താ അങ്ങനെ? അതൊക്കെ ഉണ്ട്. നീ ഫോട്ടോ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്തോ. ചെയ് പെട്ടെന്ന്, സമയങ്ങളല്ലേ. എടാ നീ ഉണ്ടല്ലോ, ഈ ഫയലിൽ കിടക്കുന്ന എല്ലാവരും എക്സൽ ഷീറ്റിലേക്ക് എൻ്റർ ചെയ്യുക. എന്നിട്ട് ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്യുക. നീ ഇതൊക്കെ എന്ന് കഴിഞ്ഞ് പഠിച്ചു തീർക്കാൻ പോണേ. ഇതേപോലും ഞാനുണ്ടാവില്ല കേട്ടാ. ഹായ് ലക്കി.
എന്താണ് ഇത്ര ചിരിക്കാൻ? ഒന്നുമില്ല. അവളേ അങ്ങനെയാ, അടുപ്പമുള്ള ആൾക്കാരോട് അല്പം ദേഷ്യപ്പെടും, ചിലപ്പോൾ തല്ലിന്നിരിക്കും. ഇതിലും ഭേദമായിരുന്നു. ഇതത്ര സീനൊന്നുമില്ല. എൻ്റെ സ്നേഹത്തോടുള്ള ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു നോട്ടം, അവൾ കളിച്ചിരിച്ച് എൻ്റെ പുറകെ വന്നത് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടാ. ഈ ചിന്തോ കുട്ടൻ്റെ അടുത്ത് അവളുടെ കളി. ലക്കി പോയെ, എനിക്കൊരു ലോഡ് വർക്ക് വന്നിട്ടുണ്ട് MD-ന്ന്. ഇന്ന് ഈവനിങ്ങിൻ്റെ ഉള്ളിൽ ഫൈനൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനുള്ളതാ. നീ പോയേ. ലക്കിക്ക് ഇല്ലെങ്കിലും എപ്പോഴും എന്നോട് പഴയ പോലെ സ്നേഹമൊന്നുമില്ല. ചെക്ക ഞാൻ രാവിലെ തൊട്ട് അല്ലെങ്കിലേ മൂഡ് ഓഫ് ആണ്. വെറുതെ എന്നെ ചൊറിയാൻ നിൽക്കരുത്. എന്നൊരു കാര്യം ചെയ്യാം, നമുക്കേ താഴെ പോയിട്ടൊരു കോഫി കുടിച്ചിട്ട് വരാം. അപ്പോൾ ഈ ടെൻഷനൊക്കെ മാറി കിട്ടും. എനിക്ക് വേണ്ട. എന്താ വേണ്ടാത്ത? ചെക്ക, ഞാൻ വീട്ടിൽ നിന്ന് ഒരു അംഗം കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. ഇനി അതിൻ്റെ ബാക്കി പിടിക്കാൻ നിൽക്കണ്ട. ഒരു കോഫി കുടിച്ചിട്ട് വർക്ക് ചെയ്യുന്ന വിചാരിച്ച് ഇപ്പൊ ലോകം ഒന്നുകൂടി ഞാൻ പോകണില്ല. നിന്നോട് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞു എന്റെ മൂഡ്സിനെല്ലാം പോന്ന്. ഇനി എന്നെ ചിടുങ്ങാൻ വന്നിട്ടില്ല. Both of you come to my cabin. സോറി. ദൈവമേ, എൻ്റെ പണി പോയി. പല തവണയാണ് ഞാൻ ശ്രദ്ധിക്കണം. പ്രഷറിലെ വർക്കാണ്, അതിന് ടെൻഷൻ ഉണ്ടാവും, കുറച്ച് വഴക്കുകളൊക്കെ ഉണ്ടാവും. അത് ഞാൻ സീരിയസ് ആയിട്ട് എടുക്കാറില്ല. ബിക്കോസ് ഐ നോ അബൌട്ട് ഓൾ ദീസ് ബുൾഷിറ്റ്സ്. ഞാൻ ഈ ലെവലിൽ വർക്ക് ചെയ്ത് വന്ന ആളാണ്. ഐ ഹാവ് ഗിവൻ യു ഫ്രീഡം. ഫ്രീഡം എന്തും ചെയ്യാനുള്ള ലൈസൻസ് ആയിട്ട് കണക്കാക്കരുത്. ഡിഡ് യു ഗെറ്റ് ഇറ്റ്? സാർ, അതിന് ഞാനൊന്നും. യു ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് ജിൻഡോ. അല്ല, don't cook up stories now. Last warning another. If this happens again, you will be fired. You can go now. Okay, sir. Lucky, be here. Sit. Lucky the മറ്റുള്ളവരെ പോലെയല്ലല്ലോ. Very smart. Because of your smartness only you got a job here. അല്ല, നമുക്ക് ഒരുപാട് പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും, ഫ്രസ്ട്രേഷൻ ഒക്കെ ഉണ്ടാവും. അതൊന്നും ഓഫീസിലല്ല തീർക്കേണ്ടത്. അല്ലേ, ഓഫീസിൽ പല ടൈപ്പ് ആൾക്കാരുണ്ടാവും. ഓഫീസിൽ ഡിസിപ്ലിൻ ഉണ്ട്, ഒരു ഡെക്കറും കീപ്പ് ചെയ്യണം. പല ടൈപ്പ് ആൾക്കാരുള്ളപ്പോൾ ഒരു ഡിപ്ലോമാറ്റിക് രീതിയിൽ ഹാൻഡിൽ ചെയ്യണം. അല്ലേ, ഈ സംഭവം തന്നെ കണ്ടില്ലേ? എനിവേ, ലീവ് ഇറ്റ് നൗ. യു ക്യാൻ ഗോ. ഓക്കെ സർ. പിന്നെ റിപ്പോർട്ട് എനിക്ക് ഇന്ന് തന്നെ വേണം. ഓക്കെ. അവൻ്റെ അമ്മൂമ്മയുടെ ഒരു. ഹലോ, ജിൻഡോ സാറാണോ? അതെ, ഞാൻ ICC ബാങ്കിൽ നിന്നാണ്. ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്തിരുന്നോ? അതെ, ജിൻഡു സാറ് കുറച്ച് നേരം മുമ്പ് ചത്തുപോയി. അയ്യോ, എപ്പോ? ഒരു 5 മിനിറ്റ് ആയിട്ടുള്ളൂ. സാംബോയ്, ഇതെന്താ? ഇത് നിന്റെ ഫേവറേറ്റ് ബനാന ചിപ്സ്, പിന്നെ ഇത് ബൂസ്റ്റ്. സംഭവം കൊള്ളാം, പക്ഷെ എന്താ ഈ സ്നേഹപ്രകടനത്തിന്റെ അർത്ഥം? എടാ, നീ വേൾഡ് ഫേമസ് ഫോട്ടോഗ്രാഫർ എഡി ആഡംസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. എഡി ആഡംസ്, ഡേറ്റ് ഓഫ് ബർത്ത് June 12, 1933, ഡെത്ത് ഓൺ September 19, 2004. He was an American photographer, photojournalist, noted for portraits of celebrities and politicians, and for coverage of 13 wars. He is best known for his photograph of an execution of a Viet Cong soldier, for which he got a Pulitzer Prize on 1969. Adams was a resident of Bogota, New Jersey. നിനക്ക് പ്രാന്തടാ, നീ എന്താ ജീവനുള്ള വിക്കിപീഡിയ? ഞാൻ പറയാൻ വന്ന വേറൊരു കാര്യമാണ്. എന്താണ്? എടാ, അയാൾ എങ്ങനെയാണ് ഇത്ര വലിയ ഫോട്ടോഗ്രാഫർ ആയെന്നറിയോ? അത് ഞാൻ ഓർക്കണില്ല. ഓ ഭാഗ്യം. എടാ, അത് വേറൊന്നുമല്ല, അയാളുടെ ഫ്രണ്ട്സിനെ മോഡൽസ് ആക്കിയിട്ട് ഫോട്ടോ എടുത്തിട്ടാണ്. ഞാൻ അങ്ങനെയല്ലോ വായിച്ചിട്ടുള്ളൂ. അങ്ങനെയാണ്, നീ മറന്നുപോയായിരിക്കും. എടാ, അതിപ്പോ എങ്ങനെ ആവട്ടെ, ഞാനിപ്പോ എന്താ വേണ്ടത്? നീ എൻ്റെ മോഡലാവണം. അത് വേണോ? വേണം വേണം. എടാ, നിന്റെ അത്ര ഫോട്ടോജനിക് ഫേസും ബോഡി ഷേപ്പുള്ള വേറെ ആരുണ്ട് ഇവിടെ?
ആരുമില്ലല്ലേ? ഇല്ലെന്നേ. നീ ബൂസ്റ്റ് കുടിച്ചേ, ഈ ചിപ്സ് കഴിച്ചേ. തുടങ്ങാം. ഒരു പൊടിക്ക് പൊക്കിയടാ. ആ കുഴപ്പമില്ല. എത്ര നല്ല കണ്ണുകൾ. എടാ എന്താണിത്? നീ കുറച്ച് സ്റ്റൈലായിട്ടൊക്കെ പിടിക്ക്. ഇങ്ങനെ നീട്ടിയാ പോരാ, മനസ്സിലാവണ്ട. ആ കുറച്ചുകൂടെ അടുത്ത് പിടിച്ച മുഖത്തിൻ്റെ, എന്നാലും എനിക്ക് ലൈനിൽ കിട്ടുള്ളൂ. ഫൈൻ. എടാ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ വരട്ടെ. നീ ഇത്ര ബുദ്ധിയൊക്കെ ഉള്ള ആളല്ലേ, നീ അത് ഉപയോഗിക്കുന്നല്ലേ ഡെയിലി. അന്ന് അതുപോലെ പിടിക്ക്. നിനക്കെന്താ പേടിയാവേണ്ടത് കണ്ടിട്ട്? എന്നാ പറഞ്ഞു മര്യാദ. ഇതെന്താണ് നീ മരുത്തോമലയും കൊണ്ടുള്ള ഹനുമാനാണ്? എന്നെ കൊണ്ട് തിരക്കാൻ പറ്റൂ. മര്യാദ വിടിയാ. നിങ്ങൾ പോയേ. ഇരിയടാ, എനിക്കൊരു പണിയുണ്ട്. ആ നീ പോയിക്കോ. നിന്നെന്നും കണ്ടിട്ടല്ല നീ പണിക്കിറങ്ങിയത്. എടാ തെണ്ടി DIG, നിനക്ക് ഞാൻ കാണിച്ചിട്ടാ ഫോട്ടോഗ്രാഫി എന്താന്ന്. ആ വിതാറിനോടാണ് കളി. എടാ അങ്ങനെയൊന്നും ഇല്ല. അവളെന്നെ തല്ലോ അടിക്കോ ഒന്നും ചെയ്തിട്ടില്ല. അത് ഈ ഓഫീസിലുള്ള ഭ്രാന്തന്മാർ വെറുതെ പറഞ്ഞിട്ടുണ്ടാക്കണല്ലേ. എന്റെ പൊന്നു ജിൻഡോ, ഞാൻ വീട്ടിൽ പോണേ. അത് ശരി. അപ്പൊ ഞാൻ പറഞ്ഞ നിനക്ക് വിശ്വാസമായിട്ടില്ല. എടാ അവള് വരുമ്പോ നിനക്ക് നേരിട്ട് ചോദിക്കാലോ. എന്റെ പൊന്നോ വേണ്ട. ആ സാമേ, ദൈവമേ, ഹെൽമെറ്റ് കഴുത്തി കുറുക്കി ചാവൂ. സാമേ, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ പാടെ ഇങ്ങനെയാണോ? എങ്ങനെ? ആ ലക്ഷ്മി രാവിലെ ഓഫീസിലേക്ക് വന്ന പാടെ എൻ്റെ നേർക്കൊരു ചാടിക്കയറ്റം. എന്തിന്? വെറുതെ. ലക്ഷ്മി രാവിലെ ഓഫീസിലേക്ക് വന്നപ്പോഴേ എൻ്റെ നേരെ നോക്കിയിട്ട് ഹായ് ജിൻഡോ. ഞാൻ കുറച്ച് തിരക്കിലായതുകൊണ്ട് മൈൻഡ് ചെയ്തില്ല. മിക്കവാറും അതായിരിക്കും കാരണം. ഞാൻ പിന്നെ ഭയങ്കര കൂളായതുകൊണ്ട് പോട്ടേന്ന് വെച്ച്. പക്ഷെ നീ സൂക്ഷിച്ചോ, അവളെ പിക്ക് ചെയ്യാൻ വന്നല്ലേ? അതെ. ഓൾ ദ ബെസ്റ്റ് അളിയാ. എന്തിന്? വെറുതെ. നിനക്ക് പിന്നെ എന്നെ പോലെ ധൈര്യം ഇല്ലല്ലോ. ഓ ആ അയ്യോ അയ്യോ. ഹലോ. ആ എടാ ഞാനിപ്പോൾ ഹലോ. മഴ പെയ്യോ? ടാക്സി വിളിക്കേണ്ടി വരുമോ? റെയിൻ കോട്ടുണ്ട്. ഇത് നോക്ക് എങ്ങനെയുണ്ട്. ചാളവറുത്തത്? ചാളവറുത്തല്ലടാ, വടി ചാരി വെച്ചിരിക്കുന്നതാണ്. അതെങ്ങനെയുണ്ടെന്ന് നോക്ക് നോക്ക്. അല്ലെ അത് വിട്. ഇതെങ്ങനെയുണ്ട്? ഇത് കപ്പും സോസറും. അതെങ്ങനെയുണ്ടെന്ന് പറയടാ ഫോട്ടോ. നല്ല കപ്പും സോസറും. ലാ പാലയാണോ? നിനക്കൊരു ഭാവനില്ലടാ. ഭാവന? ഇത് സാമല്ലേ? ഇവരെന്താണ് ഇങ്ങനെ ഹനുമാനെ പോലെ വെക്കുന്നത്? അത് വിട്, അടുത്തെടുക്ക്. ഇതെന്താണ്? അതെങ്ങനെയുണ്ട്? ഇത് റെയിൻ, നേച്ചർ, ലൈറ്റിംഗ് ആണ്. ലൈറ്റിംഗ്. അയ്യേ, ഇതെന്താണിത്? എന്താണ്? ഇതിന്റെ മൂലൊക്കെ അപ്പുറത്തോട്ടുള്ള ചേച്ചി കുന്തിച്ചിരുന്ന് പാത്രം കഴുകുന്നു. എവിടെ? എടാ മ്ലേച്ഛ, അപ്പൊ ഇതാണ് എന്റെ പരിപാടി അല്ലേ? എന്ത് പരിപാടി? ഓ നീ അറിഞ്ഞിട്ടേ ഇല്ല. നിങ്ങൾ തന്നെ. അല്ല ഞാൻ നോക്കട്ടെ എന്നിട്ട് പറയാം. മീനാക്ഷി വരുമ്പോ ഞാൻ കാണിച്ചു കൊടുത്തോളാം. എന്ത് കാണിച്ചു കൊടുക്കാൻ? നിങ്ങൾ തന്നെ നോക്കാൻ പാടുള്ളൂ. ഡിലീറ്റ് ചെയ്ത് പോരെ? സമാനമല്ല. ഇതിന് വേറെ കോപ്പി ഉണ്ടോ? കോപ്പിയില്ല. അല്ല വേണമെങ്കിൽ ഞാൻ പോയിട്ട് എടുത്തു തരാം. ആണോ? എന്നാ ഞാനിവിടെ വരട്ടോ? അത് വേണ്ട. എന്താ ഡിസ്കഷൻസ്? അതൊന്നുമില്ല. ഇവനാ അപ്പുറത്തെ വീട്ടിലെ. അല്ല അപ്പുറത്തെ വീട്ടിലെ പൂച്ചയുടെ ഫോട്ടോ എടുത്ത കാര്യം പറയണിരുന്നു. എന്നിട്ട് പൂച്ച എവിടെ? പൂച്ച പാത്രം കഴി കഴിഞ്ഞപ്പോ പോയി കാണുമായിരിക്കും. എന്ത്? അല്ല പൂച്ച പാലിൽ വീണപ്പോ പാത്രം കഴിട്ട് പോയ കാര്യം പറഞ്ഞതാ അല്ലേ? എനിക്കൊക്കെ മനസ്സിലാവുണ്ട്. എടാ തെണ്ടി സാമുദ്രോഹി, നീ സാഹചര്യം ചൂഷണം ചെയ്യണോടാ. എടാ ഇതിനൊക്കെ പകരമായിട്ട് ഞാൻ തന്നെ ഒരു കിടക്കാച്ചി ഫോട്ടോ എടുത്ത് കാണിക്കുന്നുണ്ടാ. ചേച്ചിയുടെ ആയിരിക്കും. പോടാ പോടാ. ആ ഫോട്ടോ ഉണ്ട് നിന്റെ മത്തക്കണ്ണ് തള്ളി പുറത്തേക്ക് വരുമ്പോ ഞാൻ അവിടെ കിടന്ന് ഡാൻസ് കളിക്കും. നിനക്ക് അവിനാഷ് ഫോട്ടോഗ്രാഫി എന്താന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്. കേട്ടോ മത്തക്കണ്ണ? നീ പോയി 6 അടി. എടാ ഇതിനാണ് മെഡിക്കൽ സയൻസിൽ കോംപ്ലക്സോ മേരിയ എന്ന് പറയുന്നത്. ചേച്ചി ഓടിക്കോ, ഫോട്ടോ എടുക്കാൻ വരണ്ടേ? സാംബോയ് സാംബോയ് പെനക്കാനോ? ചുമ്മാ പെണക്കാണെങ്കിൽ നീ എന്നെ കൂട്ടാൻ വരില്ലല്ലോ. ഞാൻ മീനാക്ഷി പറഞ്ഞിട്ടാ. ഓ പിന്നെ നീ എന്നോട് ഇങ്ങനെ ഹാർഷായിട്ട് സംസാരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്ക് ഭയങ്കര ഹേർട്ടായി.
ഷോ സോറി. അതെന്താണെന്നറിയോ, എനിക്കില്ലേ എനിക്ക് പിന്നെ ആ മൂഡ് സിങ്സ് അല്ലേ, മീനാക്ഷി പറഞ്ഞായിരുന്നു. ആദ്യം എനിക്ക് വലിയ പിടികിട്ടിയില്ല, പിന്നെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായി. നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ, സോറി. സോറി എന്തിനാ പറയണേ? ഞങ്ങൾ പെണ്ണുങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്താ, അതിന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എന്തിനും പോകുന്ന നിങ്ങൾ ആണുങ്ങളില്ലേ? ഇല്ലേ? ഉണ്ടല്ലോ. അടിച്ചാ കഴിച്ചാ. ഏയ് വണ്ടി ഓടിക്കുമ്പോൾ ഹാൻഡിൽ നിന്ന് കൈയെടുക്കാൻ പാടില്ലെന്ന് ആർട്ടി പറഞ്ഞിട്ടുള്ളത്. ഈ സാംബോയുടെ ഒരു കാര്യം എൻ്റെ അമ്മോ. ആ ഒന്ന് ഒതുക്കി ഒതുക്കി ഒതുക്കിയ, എനിക്കൊരു സാധനം വാങ്ങാണ്ടായിരുന്നു. സൈഡ് സൈഡ് സൈഡ്. ആ ഒരു സെക്കൻഡ്. ഇതാ അവിടെ, ഇവിടെ ഒതുക്ക്. എന്ത് സാധനമാണ്? നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം. നീ നടക്കണ്ട, ഞാൻ പോയി വാങ്ങിട്ട് വരാം. എന്ത് സാധനം എന്ന് പറ. നീ വാങ്ങിച്ച ശരിയാവില്ല. നീ സാധനം എന്താന്ന് പറ. പാഡ്. ഓ സാനിറ്ററി പാഡ്, അതിനാണോ? അത് ഞാൻ വാങ്ങിട്ട് വരാം. ഇത് പറയാനാണ് ഇത്രയും പാട്? കഷ്ടം തന്നെ. ചേട്ടാ ഒരു സാനിറ്ററി പാഡ്. ആ വേണ്ട, പുതിയ വേണ്ട, അങ്ങനെ എടുക്കാം. ശരി. പോവാം. കേട്ടെ. അവി എവിടെ? അവിയ അവൻ എന്നോട് നിന്നോടുള്ള വാശി മൂത്ത് കലി തുള്ളി ക്യാമറയും നോക്കി കൊമ്പൻ സ്രാവിനെയും പിടിച്ചിട്ടേ വരുമെന്ന് പറഞ്ഞിട്ട് ടെറസിൻ്റെ പൊക്കത്തേക്ക് പോയിട്ടുണ്ട്. ചിലപ്പോൾ ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങി വരും. അല്ലെങ്കിലും അവിയുടെ ഒരു കാര്യം നീ ഒന്ന് ആലോചിച്ച് നോക്കി. എന്നോടൊക്കെ വേണോ ഈ വാശി? ഈ സമയത്ത് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത്? അല്ലെങ്കിൽ ഈ ക്രിയേറ്റീവ് സൈഡിലുള്ള ആൾക്കാർക്കൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ ഒരു കുഴപ്പം കാണും, എന്തെങ്കിലും ഒരു കോംപ്ലക്സ് ഉണ്ടോ? എൻ്റെ പേടി ഇപ്പം അതൊന്നുമല്ല. പിന്നെ ഈ കോംപ്ലക്സ് മൂത്തിട്ട് ഇനി പോലെ കയ്യബദ്ധം ചെയ്യും. നീ മനുഷ്യനെ വെറുതെ പേടിപ്പിക്കല്ലേ? അല്ല, നീ പേടിക്കാൻ വേണ്ടി പറഞ്ഞല്ല, മനുഷ്യൻ്റെ മനസ്സിൻ്റെ കാര്യമാണ്, ഒന്നും പറയാൻ പറ്റില്ല. നീ ഭരതൻ സിനിമ കണ്ടിട്ടില്ലേ? അതിലെ നെടുമുടി വേണുവിൻ്റെ അവസ്ഥയല്ലേ ഇപ്പം അവിക്ക്? ദേ നീ പറഞ്ഞിട്ടാ ഞാൻ ഈ കളിക്ക് കൂട്ടുന്നത്. ഇങ്ങനെയാ വെച്ചാൽ ഞാനില്ല, നീ മര്യാദയ്ക്ക് അവനെ മോളിൽ നിന്ന് കൂട്ടിക്കൊണ്ടെന്നേ. അല്ല, നീ സമാധാനപ്പെടും മീനു, നമുക്ക് നോക്കാതെ ഇത് ഏതുവരെ പോകുന്നു. അല്ലെങ്കിലും അവന് തരാൻ നിന്നോട് ഇത്ര വാശി. ചില നേരത്ത് പിള്ളേരുടെ സ്വഭാവമാണ്, അതും ഒരുമാതിരി ചില തെണ്ടി പിള്ളേരുടെ സ്വഭാവം. ആ തെണ്ടി പിള്ളേരുടെ കാര്യം പറഞ്ഞപ്പോഴേക്കും കറക്റ്റ് സമയത്ത് വന്നോ. ആഹാ, ഹിലറിയും ട്രംപും ഒന്നായോ? തമാശക്കാരെ കഴിക്കില്ലേ? അവി എവിടെ? അയ്യോ, അത് വലിയൊരു തമാശയാണ്. നമുക്കൊരു ബജ്ജി കഴിക്കാം. ബജ്ജി കഴിച്ചുകൊണ്ട് പറയാൻ പറ്റിയൊരു കഥയാണ് അല്ലേ? എന്താ? ഇപ്പൊ തന്നെ പോയി വിളിക്കണം. ഇപ്പൊ തന്നെ വിളിക്കണം. എന്താ DIG പോയി വിളിക്കണ്ടോ? ആ ഓക്കെ, ഞാൻ പോയി വിളിച്ചോണ്ടിരാം. എവിടെ? ടെറസിന് പുറത്തുണ്ട്, അവൻ വിളിക്കാം. ആരെങ്കിലും വിളിച്ചാ പോരെ? പോരെ? മതി. മീനു ഒറ്റ ദിവസം കൊണ്ട് ആകെ വൈറലായല്ലോ. ഞാൻ ഭയങ്കര സംഭവല്ലേ? പിന്നെ വൻ സംഭവം. സാമേ, നിനക്കൊരു കാര്യം അറിയോ? ഞാൻ കഴിഞ്ഞ ആഴ്ച ഇൻസ്റ്റാഗ്രാമിലിട്ട ഫോട്ടോ ഇല്ലേ, അതിന് 2500 ലൈക്കാടാ. ആ എനിക്കറിയാം. ഇത് 17,000 ലൈക്കല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത്. 2500 പോലെ ചീള് കേസല്ലല്ലോ അല്ലേ? നിനക്ക് എന്താ വേണ്ടത്? കുറെ നേരം ആയല്ല. ബജി ഇങ്ങതാ. ഇതെന്ത് ഇത്ര എരിവ്? മുളക് അടിച്ചവനെ എരിയില്ലേ? മുളകാ? നല്ല എരിവുണ്ടാ? എരിവുണ്ട്. ആ ഉണ്ടാവും. ഇറ്റ്സ് ക്യാപ്സിസിൻ, കളറല്ല സോഡല്ല സബ്സ്റ്റൻസ്. നിന്ന് കഥാപ്രസംഗം പറയാണ്ട് വെള്ളം എടുത്തോണ്ടാ കുടിക്കാനായിട്ട്. ഇപ്പൊ ആണോ ഇത് പറഞ്ഞു നിർത്തിട്ട് പോരെ? പോടാ, പോയി എടുത്തിട്ടോടാ.